സ്കോർ കൊണ്ട് മൂടും, A+ കൊണ്ട് കുളിപ്പിക്കും. 9ാം ക്ലാസ് ബയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 9ാം ക്ലാസ് ബയോളജിയിലെ 1ാമത്തെ പാഠത്തിലെ 2ാമത്തെ പേജിൽ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള, എന്നാൽ എൻ്റെ ഒരുപാട് മക്കൾക്ക് നല്ല ബുദ്ധിമുട്ടാന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടൊരു സാധനമാണ് എന്ത്, നമ്മുടെ എൻസൈമും ഹോർമോണും. എന്താണ് എൻസൈം, അതിൻ്റെ ഉദാഹരണങ്ങൾ എന്താണ് ഹോർമോൺ, അതിൻ്റെ ഉദാഹരണം എന്താണ്? ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജാവ സിമ്പിളാണ്, ബട്ട് പവർഫുൾ അല്ലേ, പവർഫുള്ളാണ് അല്ലേ. നോക്കിയാലോ, എന്താണ് എൻസൈം എന്ന് നോക്കണം, എന്താണ് ഹോർമോൺ എന്ന് നോക്കണം. എൻ്റെ മക്കൾ നോക്കിക്കോട്ടോ, നമ്മൾ നോക്കുന്നു. ആദ്യം എന്താണ് എൻസൈം എന്ന് നോക്കുക. എൻ്റെ മക്കൾ എന്ത് ചെയ്യാം, ആദ്യം പേരിന് തന്നെ ഉത്തരം ഉണ്ടാക്കണം. എൻസൈം എന്നല്ലേ, സൈം സ്പീഡ്. എസ് ഇല്ലേ, എൻസൈം എസ് ഉണ്ടല്ലോ, എസ്സോട് ബന്ധപ്പെട്ട് എന്തോ ഇല്ലേ, അഥവാ അത് എന്തിനു സഹായിക്കുന്നുണ്ട്, സ്പീഡായിട്ട് ബന്ധപ്പെട്ട എന്താണ്, അഥവാ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരുപാട് രാസപ്രവർത്തനങ്ങളില്ലേ, ആ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആണ് ആരെയും എൻസൈം എന്ന് പറഞ്ഞാൽ. അതാരാ സാറേ എൻസൈം എന്ന് പറഞ്ഞാൽ? നോക്കിക്കോ, എൻസൈം ആർ ദ മോളിക്യൂൾസ് ദാറ്റ് ഹെൽപ്സ് ടു സ്പീഡ് അപ്പ് ദി കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ജീവിയിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ, ചില മക്കൾ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ ഉണ്ട് അല്ലേ, അതിൻ്റെയൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് ആര്, എൻസൈം. നെട്ടോ ഇല്ല, തളരോ ഇല്ല, പതരോ ഇല്ല, പേടിക്കോ ഒരിക്കലും ഇല്ല സാറേ, സെറ്റല്ലേ. എൻസൈം പഠിച്ചു കഴിഞ്ഞാൽ എൻസൈമിൻ്റെ ഉദാഹരണങ്ങൾ പാച്ചി നോക്കിയാലോ, ബോർഡ് ചാമ്പിയിട്ടുണ്ട്, നോക്കിക്കോ. എന്താണ് സലൈവറി അമൈലേസ് ഇൻ സലൈവ അഥവാ നമ്മൾ ഉമിനീരില്ല മക്കളെ, ഉമിനീരിൽ കാണുന്ന സലൈവറി അമൈലേസ് എന്തിന് ഉദാഹരണമാണ്, നമ്മുടെ എൻസൈമിന് ഉദാഹരണമാണ്. അത് എന്തിനു സഹായിക്കുന്നുണ്ട്, നമ്മുടെ വായിൽ വെച്ചിട്ടുള്ള മൗത്ത് എന്നുള്ള ഡൈജഷൻ ഉണ്ടല്ലോ, ആ ഡൈജഷൻ സഹായിക്കുന്നുണ്ട്. വായിൽ വെച്ചിട്ടുള്ള ദഹനത്തിന് ആര് സഹായിക്കുന്നുണ്ട്, ഈ സലൈവറി അമൈലേസ് സഹായിക്കുന്നുണ്ട്. അഥവാ ആ പ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ ആര് സഹായിക്കുന്നുണ്ട്, ഉമിനീരിലെ സലൈവറി അമൈലേസ് സെറ്റാക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇത് റെഡിയല്ലേ, സംജ. ഇനി എന്താണ് സാറ് അടുത്ത ഉദാഹരണം നോക്കിക്കോ. പെപ്സിൻ ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ്. ആമാശയത്തിലെ പെപ്സിന്, നമ്മുടെ ആമാശയത്തിലും ദഹനം നടക്കുന്നില്ലേ, സ്റ്റൊമക്കിൽ എന്ത് നടക്കുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ, ദഹന പ്രവർത്തനം നടക്കുന്നില്ലേ, ഡൈജഷൻ പ്രോസസ് നടക്കുന്നില്ലേ, അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക, പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടി സഹായിക്കുക. ഇതാണ് ആര് ചെയ്യുന്നത്, പെപ്സിൻ ചെയ്യുന്നത്. പെപ്സിൻ ചെയ്യുന്നത് നമ്മൾ പ്രോട്ടീനാക്കി മാറ്റുക, അമിനോ ആസിഡിനെ തിരിച്ചാൽ എന്തൊക്കെയാണ് കേട്ടോ, അതൊന്ന് സെറ്റാക്കണം, നോക്കണം. എന്ത് ചെയ്താൽ മതി, നമ്മൾ പെപ്സിൻ എന്ത് സഹായിക്കുന്നുണ്ട്, ദഹനം എന്നുള്ള പ്രവൃത്തിയുടെ സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്, വേഗത കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ആര്, പെപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണ്, അഥവാ എൻസൈം കേട്ടോ. എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ് സാറേ, എൻസൈം എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്ന മോളിക്യൂൾസ് ആണ്, തന്മാത്രകളാണ്. രണ്ട് ഉദാഹരണം ഉണ്ട്, ഉമിനീരിലെ സലൈവറി അമൈലേസും ആമാശയത്തിലെ പെപ്സിനും അതിന് ഉദാഹരണമാണ്. എൻസൈം പാച്ചി കഴിഞ്ഞാൽ അടുത്ത പാച്ചാണത് ഹോർമോണാണ് അല്ലേ. നോക്കിക്കോ, ഹോർമോൺ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, നമ്മുടെ ജീവന പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന ആളാണ്, അതിനെ നിയന്ത്രിക്കുന്ന ആളാണ് ആര്, ഹോർമോൺ എന്ന് പറഞ്ഞാൽ. നോക്കിയല്ലേ മക്കളെ, നോക്കിക്കോ. ഹോർമോൺസ് ആർ കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്സ്. ഒരുപാട് ജീവന പ്രവർത്തനം നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ, ഒരുപാട് പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക, ഏകോപിപ്പിക്കുക. ഇതാണ് ആര് ചെയ്യുന്നത്, ഹോർമോൺ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ബയോളജിക്കൽ പ്രോസസ്സിനൊക്കെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക അല്ലേ, ഏകോപിപ്പിക്കുകയും ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക മക്കളെ, അതിനൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുക. ഇതാണ് ആര് ചെയ്യണത്, ഹോർമോൺ ചെയ്യണത്. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ, അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. എന്താണ് സാറേ, ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത് എൻഡോക്രൈൻ ഗ്രന്ഥികളാകുന്നു. അന്തസ്രാവി ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്ന എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് എന്ത് സാറേ, ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളൊരു ചെറിയ ഉദാഹരണം പറയാം, നമ്മൾ തൈറോക്സിൻ ഉണ്ടല്ലോ, തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ, ഇതാണ് നമ്മുടെ മെറ്റബോളിസം, ഉപാപചയ നിരക്കിനെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണാണ് നമ്മളെ രാത്രിയാകുമ്പോൾ ഉറക്കം വരുന്നില്ലേ, സ്വാഭാവികമായിട്ടും ഉറങ്ങാറുണ്ട് അല്ലേ. രാവിലെ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, എണീക്കുന്നുണ്ട്. നമ്മുടെ ഉറങ്ങൽ, എണീക്കൽ, ഇതുപോലെയുള്ള നമ്മുടെ ഉണരൽ പോലെയുള്ള പ്രവർത്തനം നിയന്ത്രിക്കുന്നത് പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. ഇങ്ങനെ ഒരുപാട് ഹോർമോണുകൾ ചേർന്നാണ് നമ്മളെ ജീവിത പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. നമ്മൾ പഠിക്കാൻ 3-4 എന്തുണ്ട്,
ഉദാഹരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ടെസ്റ്റോസ്റ്റിറോണ്, ഇസ്ട്രോജന്, പ്രൊജസ്ട്രോണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹോർമോണുകളാണ്. ഏതൊക്കെ? ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. സെറ്റാണ് മക്കളെ. എൻസൈം എന്ന് പറയുകയാണെങ്കിൽ സ്പീഡ് കൂട്ടുന്ന ആളുകളാണ്. ഹോർമോൺ എന്ന് പറഞ്ഞാൽ ജീവൽ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ആര്? ഹോർമോൺ. എൻസൈമിൻ്റെ ഉദാഹരണങ്ങൾ നോക്കണം, ഹോർമോണിൻ്റെ ഉദാഹരണം നോക്കണം. പ്ലസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്, അന്തസ്രാവ്യ ഗ്രന്ഥികളാണ്. ഇതും കൂടെ പഠിച്ചിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ പാടുള്ളൂ. സെറ്റാണ് മക്കളെ. റെഡി ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? സെറ്റാണ് സർ. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് അറിയാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഗതികേടുള്ള, ഡിഫിക്കൽട്ടായിട്ട് എൻ്റെ മക്കൾ തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടാവില്ലേ? ഏതിൻ്റെ ക്ലാസ്സാണ് വേണ്ടത്? ഏതാണ് സിമ്പിളാക്കി പറഞ്ഞു തരേണ്ടത്? എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ ക്ലാസ് കണ്ടതിന് ശേഷം അറിയാത്തത് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്തത് ആ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു? ക്ലാസ് എടുക്കുന്നു കേട്ടോ. ഓക്കെ സെറ്റ്.